ഹൈറേഞ്ചിലെ പട്ടയ പ്രശ്നങ്ങൾക്കും നിർമ്മാണ നിരോധനത്തിനും ശാശ്വതമായി പരിഹാരം കാണാൻ ഭരണകൂടം തയ്യാറാകണമെന്ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ. ഇടുക്കിയിൽ നിന്ന് ആളുകൾ പലരും പല വിഷയങ്ങളാണ് സ്ഥലം വാങ്ങുന്ന ഒരു ഘട്ടമാണ്. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മാത്രമല്ല ഈ ഒരു റിവേഴ്സ് മൈഗ്രേഷൻ. പക്ഷേ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖല വളരെയധികം പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇൻഫാമിന്റെ കരം പിടിച്ച് ഞങ്ങളുടെ കാർഷിക ജില്ലയിലെ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാമമാത്രമായി ഇൻഫാം ഉണ്ടായിരുന്ന ഇടുക്കി മേഖല കുറച്ചുകൂടി സജീവമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ജിനാനി പിതാവിനും ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എനിക്ക് വലിയ സന്തോഷവും ഞങ്ങളെ ഇതിൽ സഹകരിപ്പിക്കുവാനായി വളരെ വലിയ തുറന്ന മനസ്ഥിതിയോടുകൂടി തയ്യാറാകുന്ന ഈ വ്യക്തികളോട് ഉള്ള നന്ദിയും എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് രാഷ്ട്രീയ അധികാരികൾ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ മാനിഫെസ്റ്റോയിൽ പല കാര്യങ്ങൾ ഉൾപ്പെടുത്തുമെങ്കിലും പിന്നീട് പലതും നടന്നു കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പട്ടയത്തെ കുറിച്ചുള്ള നിയമ സംവിധാനത്തിലുള്ള ഭേദഗതി നടപ്പിലാക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്നുള്ളത് സ്വാഗതാർഹമാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരു കാലതാമസം തെരഞ്ഞെടുപ്പിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പ്രഖ്യാപിച്ചത്. ഇനിയും അതിന്റെ കുറെ നടപടികൾ പൂർത്തിയാക്കാനായിട്ട് ഇപ്പൊ നമ്മുടെ സമൂഹം വളരുന്നതനുസരിച്ച് ക്രിയാത്മകമായി ഭരണകൂടം ഇടപെട്ടെങ്കിൽ മാത്രമേ അടിസ്ഥാനവർഗമായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഈ നാട്ടിൽ നിലനിൽക്കും. ഇൻഫാമിന്റെ നേതൃത്വത്തിൽ നടന്ന ലോക പരിസ്ഥിതി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാഗ്ദാനങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ടുമുമ്പ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതായി മാറുകയാണ്. ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻ സർക്കാർ നടത്തിയ നിയമ ഭേദഗതി നിയമനാടകളുടെ കുരുക്കിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇൻഫാമിനോട് സഹകരിച്ച് കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഘടിതരാകാതെ കർഷകർ പൊതുസമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്ന് മാർ നെല്ലിക്കുന്നേൽ ചൂണ്ടിക്കാട്ടി. താമരശ്ശേരി രൂപതാ മെത്രാൻ മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപതയിൽ നിന്ന് 1000-ഓളം അംഗങ്ങൾ ഇൻഫാമിൽ അംഗത്വം സ്വീകരിച്ചു. ഇൻഫാം നാഷണൽ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടി അംഗത്വ വിതരണം നടത്തി. രൂപതയ്ക്ക് വേണ്ടി ഫാദർ ജോൺ കല്ലൂർ അംഗത്വ കാർഡുകൾ ഏറ്റുവാങ്ങി. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, ഫാദർ ബോബി മണ്ണംപ്ലാക്കൽ എന്നിവർ പ്രസംഗിച്ചു.